ഒരിക്കൽ രാമു എന്നു പേരുള്ള പാവപ്പെട്ടവനും സത്യസന്ധനുമായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അവൻ ഒരു കാടിനടുത്ത് ഒരു ചെറിയ കുടിലിൽ താമസിച്ചു. വിറക് വെട്ടിയാണ് ഉപജീവനം കഴിച്ചിരുന്നത്. എല്ലാ ദിവസവും അവൻ തന്റെ പഴയ കോടാലിയുമായി കാട്ടിലേക്കു പോകുകയും തനിക്ക് ആവശ്യമുള്ള മരങ്ങൾ മാത്രം മുറിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം രാവിലെ രാമു ഒരു പുഴയുടെ അടുത്തുവെച്ച് വിറക് വെട്ടുകയായിരുന്നു. ഒരു മരക്കമ്പ് വെട്ടാനായി കോടാലി ഓങ്ങിയപ്പോൾ അത് കയ്യിൽ നിന്ന് വഴുതി ആഴമുള്ള വെള്ളത്തിലേക്ക് വീണു. "അയ്യോ!" രാമു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. "അതെന്റെ ആകെയുണ്ടായിരുന്ന കോടാലിയായിരുന്നോ? ഞാനിനി എങ്ങനെ ജോലി ചെയ്യും?" അവൻ ദുഃഖത്തോടെ പുഴക്കരയിലിരുന്നു. അപ്പോൾ ദയുള്ള ഒരു വനദേവത വെള്ളത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. അവരുടെ കയ്യിൽ തിളങ്ങുന്ന ഒരു സ്വർണ്ണ കോടാലിയുണ്ടായിരുന്നു. "ഇതാണോ നിന്റെ കോടാലി?" അവർ ചോദിച്ചു. രാമു തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, "അല്ല, ഇതെന്റേതല്ല." ദേവത പുഞ്ചിരിച്ചുകൊണ്ട് അവനൊരു വെള്ളിക്കോടാലി കാണിച്ചു. "ഇതാണോ നിന്റേത്?" രാമു വീണ്ടും പറഞ്ഞു, "അല്ല, ഇതും എന്റേതല്ല." അവസാനം ദേവത അവന്റെ പഴയ ഇരുമ്പു കോടാലി പുറത്തെടുത്തു. "അതേ!" രാമു സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു, "അതാണ് എന്റേത്." അവന്റെ സത്യസന്ധതയിൽ ദേവതയ്ക്ക് വളരെ സന്തോഷമായി. "നീയൊരു നല്ല മനുഷ്യനാണ്," അവർ പറഞ്ഞു. "ഒരു സമ്മാനമായി നിനക്ക് ഈ 3 കോടാലികളും വെച്ചുകൊള്ളാം." രാമു അതിയായ സന്തോഷത്തോടെ ദേവതയ്ക്ക് നന്ദി പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. അന്നു മുതൽ സത്യസന്ധത വലിയ പ്രതിഫലം നൽകുമെന്ന കാര്യം ഒരിക്കലും മറക്കാതെ അവൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയും മെച്ചപ്പെട്ട ജീവിതം നയിക്കുകയും ചെയ്തു.